തൊണ്ടിമുതൽ തിരിമറി കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കേസിലെ ശിക്ഷാ വിചാരണ കോടതി സ്റ്റേ ചെയ്തിരുന്നുവെന്നാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം സെഷൻസ് കോടതിയും പിന്നാലെ ഹൈക്കോടതിയും തള്ളിയതോടെ ആന്റണി രാജുവിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ആന്റണി രാജുവിന് നിർണായകമാണ്. എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? കീർത്തന, ഷിഹാസ്, തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച്. കാരണം നേരത്തെ ഈ ശിക്ഷാവിധിയെ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയും സെഷൻസ് കോടതിയും സമീപിച്ചിരുന്നുവെങ്കിലും ഇരു കോടതികളും തള്ളിയൊരു കേസാണ്. ഇതിൽ തന്നെ വിചാരണ കോടതി ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നൊരു വിചാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം ആന്റണി രാജുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പിന്നീട് ഈ ശിക്ഷാവിധി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സെഷൻസ് കോടതിയിൽ എത്തിയത്. അവിടെയും തള്ളി. പിന്നീട് ഹൈക്കോടതിയിൽ കേസ് തള്ളുന്നു. ഏറ്റവും ഒടുവിലാണ് സുപ്രീം കോടതിയിലെത്തുന്നത്. ഇന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ അടക്കമുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനം 1990-കളിൽ അഭിഭാഷകനായിരിക്കുമ്പോഴാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവത്തോർ 61 ഗ്രാം ഹാഷിഷുമായിട്ട് വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുന്നു. പിന്നീട് 92-നാണ് അയാൾക്ക് ജാമ്യം കിട്ടുന്നത്. ഇതിൽ ഏറെ നിർണായകമായത് തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം വെട്ടിക്കുറച്ചു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാനായതിന് പിന്നാലെയാണ് ആന്റണി രാജുവിനെ വിചാരണ കോടതി ഇപ്പോൾ ഈ 3 വർഷം തടവിനും 10,000 രൂപയ്ക്ക് പിഴയും അടയ്ക്കണമെന്ന ശിക്ഷാവിധി വന്നത്. പിന്നീട് വിചാരണ കോടതി തന്നെ ആ കേസ് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ആന്റണി രാജു മേൽക്കോടതികളെ സമീപിച്ചത്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കും. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷാവിധി മരവിപ്പിക്കുമോ അല്ലയോ എന്നുള്ളത് എന്തായാലും നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഷിഹാസ്, കീർത്തന. ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.